അപ്പോൾ നെക്സ്റ്റ് സെഗ്മെന്റ് നമ്മൾ പറയുന്നത് പ്രഡിക്ഷൻ ആണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ നമ്മുടെ ടാക്ടിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ കളി പ്ലെയേഴ്സിന്റെ ഇഞ്ചുറി, അതുപോലെ തന്നെ സിറ്റുവേഷൻ, പിന്നെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ്, ഇതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ മാഡ്രിഡ് ജയിക്കാനാണ് ചാൻസ്. പിന്നെ കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഫോം ആണെങ്കിലും മാഡ്രിഡ് ആണ് ഒന്നുകൂടി ബെറ്റർ ഉള്ളത്. ഇഞ്ചുറി ആണെങ്കിൽ മാഡ്രിഡ് ആണ് ബെറ്റർ ഉള്ളത്. പിന്നെ ഗോൾ സ്കോറിംഗ് ആണെങ്കിലും അതുപോലെ കളിയുടെ ടാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ ഹൈലൈൻ വേഴ്സസ് മാഡ്രിഡിന്റെ ആ ഒരു ഫോർവേഡുകളും കാര്യങ്ങളും നോക്കുമ്പോൾ, അറ്റാക്കിംഗ് എല്ലാം നോക്കുമ്പോൾ മാഡ്രിഡ് ഗോൾ അടിക്കാനാണ് ചാൻസ്. ബട്ട് അഗൈൻ വി ഡോണ്ട് നോ. കാരണം ഇത് എൽ ക്ലാസിക്കോയാണ്. എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എൽ ക്ലാസിക്കോക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു ദിവസം ആ ഒരു വീറും വാശിയോടും കൂടിയും കളിക്കുന്ന രണ്ട് ടീമുകൾ. ബാഴ്സലോണ മോശമല്ലല്ലോ, ബാഴ്സലോണ നന്നായി കളിക്കുന്ന ടീമാണ്. ബാഴ്സലോണയ്ക്കും തന്നെ മിഡ്ഫീൽഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ മാച്ചിൽ എങ്ങനെ ഒരു ടീം കളിക്കണം, ആ ഒരു തൻ്റെ ഇടത്തോടെ, ആ ഒരു മികവോടെ, ആ ഒരു ബുദ്ധിയോട് കൂടി, സ്മാർട്ടോട് കൂടി കളിക്കണം എന്നുള്ളത് ബാഴ്സലോണയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ബാഴ്സലോണ പറയാൻ പറ്റില്ല ബാഴ്സലോണ എങ്ങനെ കളിക്കുന്നുള്ളത്. ഒരു പക്ഷേ ബാഴ്സലോണയായിരിക്കും കളി മൊത്തം നിയന്ത്രിച്ച് കളി ജയിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ മാഡ്രിഡ് ജയിക്കുമെന്നാണ്. അതും ഒരു 3-0, 3-1 എന്നുള്ള രീതിയിൽ മാഡ്രിഡ് ജയിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബാഴ്സലോണ അത്രയും സ്ട്രോങ് ആയിട്ടും അവരുടെ ബെസ്റ്റ് മികവ്, എല്ലാ മികവും പുറത്തെടുത്ത് കളിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ബാഴ്സലോണ ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബാഴ്സലോണയുടെ ആ ഡിഫൻസ് എങ്ങനെ കളിക്കുന്നോ അതുപോലെ ഇരിക്കും ബാഴ്സലോണയുടെ കളിയും തോൽവിയും എല്ലാം. അപ്പോൾ കാത്തിരുന്ന് കാണാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷനും സ്കോറും എല്ലാം കമന്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ കളി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.